അല്ല, എല്ലാവർക്കും നമസ്കാരം. ട്രൈസോണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ തമ്പലയിൽ കണ്ടാത്ത സംഭവമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിനായിട്ട് 8.4-ന്റെ 304 1mm ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ ഒരു ടൂളൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. എത്ര എണ്ണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതേപോലെ ഈ വാഷ് കപ്ലിങ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഹോൾ ഇട്ടിട്ട് ഒരു ഗ്രൂ ഇടണം. അതിനൊരു ഡൈ ഉണ്ടാക്കി വെച്ചാൽ മതി. ഞാൻ ഒരു ഡൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് വെച്ചൊരു ഒറ്റ അടിച്ചാൽ മതി. ഒറ്റ അടിക്ക് തന്നെ ഗ്രൂ വീണോളും. അപ്പോൾ ഇതേപോലെ സൈഡൊക്കെ വെച്ചു. അതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബലം കിട്ടും. പുറം ഭാഗമൊക്കെ ഗ്രൈൻഡ് ചെയ്ത് പോവുമല്ലോ, അപ്പം അത് കാരണം ബലം കിട്ടും. പിന്നെ 1mm ഷീറ്റ് വേണമെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഈ ടേബിൾ കുറച്ച് ലോങ്ങിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ 0.8 ഷീറ്റൊക്കെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അടിയിൽ മൾട്ടിവുഡും പ്ലൈവുഡും ഒക്കെ ഗമ്മൊക്കെ തേച്ച് പിടിപ്പിച്ച് പിന്നെ അത് കവർ ചെയ്യാനായിട്ട് വേറെ ഷീറ്റൊക്കെ ഇടേണ്ടി വരും. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, അലമ്പില്ലാണ്ട് കിട്ടുകളും പൊളച്ചലൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റാൻഡൊക്കെ അതിൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടേ നല്ല ഡബ്ബയിലൊക്കെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തട്ടി മറിഞ്ഞ് പോകാതിരിക്കാനായിട്ട് നമുക്ക് 8mm റാഡ് ഒരു 3 സൈഡ് കൊടുക്കാം. ഏറ്റവും അടിയിൽ 2 സൈഡ് മതി. അപ്പോൾ പിന്നെ ചെയ്യാനുള്ള എന്നിട്ട് ഒരു സിങ്കുമിക്കൊരു ഗ്രില്ലടിക്കണം. അപ്പോൾ 4mm റാഡൊക്കെ ഉപയോഗിച്ചിട്ട് അടിക്കാം. അതാകുമ്പോൾ ഒരുപാട് ബെൻഡിങ്ങും ഇതൊക്കെ വരും. പിന്നെ വെൽഡിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ ഫിനിഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിൽക്കണം, മെനക്കടാ. ഇതാകുമ്പോൾ വേണ്ട, സിങ്കിൻ്റെ ഉള്ള അളവ് എടുക്കുക, ഒരു 3mm കുറച്ചിട്ട് ഫ്രെയിം അടിക്കുക, എന്നിട്ട് ഈ ഷീറ്റ് അങ്ങോട്ട് വെച്ച് അടിച്ചു കൊടുത്താൽ മതി. വല്ലാണ്ട് പണിയില്ല. ഇതിപ്പോൾ ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. കണ്ട ഇതിപ്പോൾ കറക്റ്റ് അളവാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പം അതിനാണ് 3mm കുറച്ചിടാൻ പറഞ്ഞത്. കണ്ട ഈ കറക്റ്റായിട്ട് സ്ലൈഡ് ചെയ്തോളും. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനിഷിങ്, ഗ്രൈൻഡിങ് ഫിനിഷിങ് ചെയ്യുക. ആസിഡ് ഇട്ട് കറുപ്പ് കളറൊക്കെ സിങ്ങിൻ്റെ ഉള്ളിലത്തൊക്കെ കളയുക. ഇപ്പോൾ വെൽഡിങ് കണ്ട കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെൽഡിങ്ങിൻ്റെ ഇതൊന്നും വരില്ല, കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ അതാണ് കട്ടിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. പിന്നെ വാളിൽ നിന്നാണോ പിടിപ്പിക്കുന്നത് സിങ്കിൽ നിന്നാണോ പിടിപ്പിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമാണ്. സിങ്കിൽ നിന്നാണെങ്കിൽ ഒരു സ്കട്ടിങ് ഒക്കെ കൊടുത്തിട്ട് അടിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാ. പക്ഷെ ഇത് നമുക്ക് അറിയില്ല, വാളിൽ നിന്നാണ് വിചാരിച്ചു പറഞ്ഞത്. അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബുഷ് അടിക്കുക, ബില്ല് എഴുതൊക്കെ കയറ്റി ഇവിടെ എത്ര ഉള്ളോ. അവിടെ വണ്ടിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.